പുനരാവിഷ്കാരം. ഫീനിക്സ് പക്ഷി അസാധാരണ കഴിവുകളുള്ള ഐതിഹാസിക പക്ഷിയായ അവ സ്വന്തം ചാരത്തിൽ നിന്നും വീണ്ടും ജനിക്കുന്നുവെന്നാണ് പുരാണങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറായി പ്രഖ്യാപിക്കപ്പെട്ടതും ഇന്ത്യയിലെ മാർക്കറ്റ് കീ സബ്സെ ഫേമസ് കാർ എന്ന നിലയിൽ പേരുകേട്ടതുമായ ടാറ്റ നാനോയുടെ പരിഷ്കരിച്ച പതിപ്പിന്റെ അനൌദ്യോഗിക നാമവും ഫീനിക്സ് എന്നാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ കർമ്മനിരതനായ സാരഥി രത്തൻ ടാറ്റ ഈ ലോകത്തു നിന്നും വിട പറയുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചുപോയ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടാറ്റ നാനോയുടെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ സ്വപ്നം ഇക്കഴിഞ്ഞ മാർച്ച് 18-നാണ് സഫലമായത്. ടാറ്റ നാനോയുടെ പരിഷ്കരിച്ച പതിപ്പുകൾ 2 പ്രാഥമിക വകഭേദങ്ങളിലാണ് വരുന്നത്. 86 കുതിരശക്തി ഉൽപ്പാദിപ്പിക്കുന്ന 1.2 ലിറ്ററിന്റെ 3 സിലിണ്ടർ എഞ്ചിൻ ഉൾക്കൊള്ളുന്ന ഒരു പരമ്പരാഗത ആന്തരിക ജ്വലന എഞ്ചിൻ അഥവാ ഐസ് പതിപ്പും ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കാനാകുമെന്ന് അവകാശപ്പെടുന്ന ഒരു ഇലക്ട്രിക് വേരിയന്റ് അഥവാ നാനോ ഇവിയുമാണ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പുതിയ വാഹനങ്ങൾ കാഴ്ചയിൽ ആദ്യ പതിപ്പിൽ നിന്നും വിഭിന്നമാണ്. ഇവയ്ക്ക് ടാറ്റ നാനോയുടെ ആദ്യ രൂപമായ മുട്ടയുടെ ആകൃതിയിലുള്ള മിനിമലിസ്റ്റ് സിലൗറ്റ് ഇല്ലാതായി. അതിനാൽ തന്നെ അവ തീരെ ചെറുതല്ല, എങ്കിലും മുൻപത്തേതിന് സമാനമായി ഒതുക്കമുള്ളവയാണ്. പുതിയ നാനോയിൽ ക്രോസ് ഓവറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒറിജിനലിന്റെ 150 mm അപേക്ഷിച്ച് പുതിയവയ്ക്ക് 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. ഇതുകൂടാതെ 15 ഇഞ്ചിന്റെ വലിയ അലോയ് വീലുകൾ ഉൾക്കൊള്ളുന്ന മസ്കുലാർ വീൽ ആർച്ചുകൾ, ടാറ്റയുടെ നിലവിലെ ഹ്യൂമാനിറ്റി ലൈൻ ഡിസൈൻ ഭാഷ ഉൾക്കൊള്ളുന്ന ഒരു ഫ്രണ്ട് ഫാസിയ എന്നിവയും ഉൾപ്പെടുന്നു. ഒറിജിനൽ ടാറ്റ നാനോയേക്കാൾ നീളക്കൂടുതലാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ പതിപ്പുകൾക്ക്. അവയ്ക്ക് 3.2 മീറ്റർ നീളമാണുള്ളത്. യഥാർത്ഥ വിലയുടെ ഇരട്ടി വിലയുള്ളതായി തോന്നിക്കുന്ന ഒരു വാഹനം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ടാറ്റ നാനോയുടെ പരിഷ്കരിച്ച പതിപ്പിന്റെ ഡിസൈൻ മേധാവി പ്രതാപ് ബോസ് പറഞ്ഞു. ടാറ്റ നാനോയുടെ പരിഷ്കരിച്ച പതിപ്പുകളിൽ പുനരുപയോഗിക്കാവുന്ന ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ ക്യാബിനിലുടനീളം അത് പ്രകടമാണ്. വീണ്ടെടുക്കപ്പെട്ട സമുദ്ര പ്ലാസ്റ്റിക്കും സുസ്ഥിര മുള സംയുക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഡാഷ്ബോർഡ് ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നു. സാങ്കേതിക വിദ്യയിലും ഒട്ടനേകം പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് സ്മാർട്ട് ഫോൺ സംയോജനം, ഓവർ ദി എയർ അപ്ഡേറ്റ് ശേഷി, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് എന്നിവയുൾപ്പെടെ ലെവൽ 2 ഓട്ടോണമസ് ഡ്രൈവിംഗ് സവിശേഷതകൾ ഉൾക്കൊള്ളുന്നവയാണ് ഇപ്പോൾ പുതിയ രൂപഭാവങ്ങളോടെ പുറത്തിറക്കിയിരിക്കുന്ന ടാറ്റ നാനോ കാറുകൾ. ഇതിലൂടെ 5 വർഷം മുമ്പ് വരെ പ്രീമിയം മേഖലയായിരുന്ന സാങ്കേതിക വിദ്യയെ തങ്ങൾ ജനാധിപത്യവൽക്കരിച്ചുവെന്നാണ് പുതിയ നാനോയുടെ വെഹിക്കിൾ ലൈൻ ഡയറക്ടർ ആനന്ദ് കുൽക്കർണി പറയുന്നത്. സുരക്ഷയ്ക്കും കണക്ടിവിറ്റിക്കുമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരിക്കലും ആഡംബരങ്ങളാകരുത്, മറിച്ചവ സാർവത്രികമായിരിക്കണമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. പുതിയ നാനോ കാറുകൾ വിലയിലും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. 2009-ൽ പുറത്തിറക്കിയ ആദ്യ പതിപ്പിന് 1 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ പുതിയ നാനോ അടിസ്ഥാന ഐസ് വേരിയന്റ് 4.99 ലക്ഷം രൂപ മുതലാണ് ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ, റെനോയുടെ കിഡ് എന്നിവയുമായി മത്സരിക്കാൻ ഈ വാഹനങ്ങൾക്കാകും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ശേഷം 7.99 ലക്ഷം രൂപ മുതലാണ് ടാറ്റ നാനോയുടെ ഇലക്ട്രിക് വേരിയന്റിന്റെ വില ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും താങ്ങാനാവുന്ന ഇലക്ട്രിക് കാറായി മാറാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ഓട്ടോമൊബൈലിന്റെ പുനരാവിഷ്കാരം മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു സ്വപ്നത്തിന്റെ പുനർജന്മമാണ്. ടാറ്റ നാനോയുടെ പുതിയ പതിപ്പുകളുടെ അനാച്ഛാദന വേളയിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞ വാക്കുകളാണിവ. ഒരു കാലത്ത് വാഹനപ്രേമികളിൽ എന്ന പോലെ തന്നെ സ്വന്തമായി ഒരു കാർ എന്നത് നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, അതൊരിക്കലും നടക്കുകയുമില്ല എന്ന് നിരാശയോടെ പറഞ്ഞിരുന്ന സാധാരണക്കാരിലും ഏറെ അത്ഭുതമുണർത്തി കടന്നു വന്ന വാഹനമാണ് ടാറ്റ നാനോ. മുൻ ചെയർമാൻ രത്തൻ ടാറ്റയുടെ വെറും 1 ലക്ഷം രൂപ വിലയുള്ള പീപ്പിൾസ് കാർ എന്ന നിലയിലാണ് നാനോ ആദ്യം കൗതുകം ജനിപ്പിച്ചത്. 2009-ലാണ് ടാറ്റ നാനോ ആദ്യമായി പുറത്തിറക്കിയത്. 1 ലക്ഷം രൂപയുടെ കാർ എന്ന നിലയിൽ അന്നത് ആഗോള വാർത്തകളിൽ ഇടം നേടി. മുട്ടയുടെ ആകൃതിയിലുള്ള ഒതുക്കമുള്ള ഡിസൈൻ, പിൻഭാഗത്ത് ഘടിപ്പിച്ച 624 cc എഞ്ചിൻ, വ്യക്തിഗത യാത്രയ്ക്കുള്ള അനുയോജ്യ വാഹനം എന്നീ നിലകളിലും ആഗോള ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ
അക്കാലത്ത് ടാറ്റ നാനോ ശ്രദ്ധാകേന്ദ്രമായി തീർന്നു. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ ഒറ്റ സ്കൂട്ടറിൽ സഞ്ചരിക്കാൻ പാടുപെടുന്ന 4 കുടുംബങ്ങളെ ഞാൻ നിരീക്ഷിച്ചു. പലപ്പോഴും അപകടകരമായ മഴക്കാല സാഹചര്യങ്ങളിൽ. ആ ചിത്രം എന്റെ മനസ്സിൽ തങ്ങി നിന്നു. നാനോ പദ്ധതിയുടെ ഉത്ഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രത്തൻ ടാറ്റ ഒരിക്കൽ പങ്കുവച്ച വാക്കുകളാണിവ. അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ന് കയറിക്കൂടിയ ആശയം ഗതാഗത രംഗത്ത് എക്കാലത്തെയും വിപ്ലവകരമായ ഒന്നായി തീർന്നു. ടാറ്റ നാനോയുടെ ആദ്യകാല സ്വീകരണം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ലോഞ്ച് ചെയ്ത് ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ ബുക്കിംഗുകൾ 2 ലക്ഷത്തിലധികമായി ഉയർന്നു. പരമ്പരാഗത നിർമ്മാണ സാമ്പത്തിക ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന വിലയ്ക്ക് ഒരു ഓട്ടോമൊബൈൽ ടാറ്റ എങ്ങനെ സാധ്യമാക്കിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അന്താരാഷ്ട്ര ഓട്ടോമോട്ടീവ് വിദഗ്ധർ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ 2015 ആയപ്പോഴേക്കും ടാറ്റ നാനോയ്ക്കുള്ള സ്വീകാര്യത കുറഞ്ഞു വന്നു. പ്രധാനമായും ഉപഭോക്തൃ അഭിലാഷങ്ങൾ വികസിച്ചതാണ് ടാറ്റ നാനോയ്ക്കേറ്റ തിരിച്ചടിക്ക് പ്രധാന കാരണം. അതോടൊപ്പം സാങ്കേതിക പ്രശ്നങ്ങളും ഉപഭോക്താക്കൾക്ക് നാനോ കാറിനോടുള്ള താല്പര്യം കുറയാൻ കാരണമായി. ആദ്യകാല മോഡലുകളിലെ തീപിടുത്ത സംഭവങ്ങൾ പലരെയും നാനോയിൽ നിന്നും പിന്തിരിപ്പിച്ചു. ടാറ്റ മോട്ടോഴ്സ് എഞ്ചിനീയറിംഗ് പരിഷ്കാരങ്ങൾ ഉപയോഗിച്ച് അത്തരം ആശങ്കകൾ വേഗത്തിൽ പരിഹരിച്ചെങ്കിലും ആദ്യകാലത്തുണ്ടായ സ്വീകാര്യത നേടിയെടുക്കാൻ പിന്നീട് ആ വാഹനത്തിനായില്ല. 2018 നാനോയുടെ ഉൽപാദനം ക്രമേണ മങ്ങുവാൻ തുടങ്ങിയത്. ഇക്കാലം അത്രയുമുള്ള നാനോ കാറിന്റെ ചരിത്രകഥ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സ്വന്തം പരിവർത്തന യാത്രയെ പ്രതിഫലിപ്പിക്കാൻ പോന്നതാണ്. ഒരു കാലത്ത് ഏറെ ജനപ്രിയമായിരുന്ന ടാറ്റ നാനോ കാറുകളുടെ ഉൽപാദനം നിലച്ചതോടെ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമങ്ങളിലായി ടാറ്റ ഗ്രൂപ്പ്. മുംബൈയിലെ ടാറ്റയുടെ ആസ്ഥാനത്ത് വർഷങ്ങളായി അതിനായുള്ള ആഭ്യന്തര ചർച്ചകൾ നടന്നുവരികയായിരുന്നു. നാനോ കാറിന്റെ പുനരാവിഷ്കാരത്തെ സംബന്ധിച്ച ആശയങ്ങൾക്ക് എതിർവാദങ്ങളും അനുകൂല നിലപാടുകളും ഒരുപാട് വന്നു. അങ്ങനെ ഇന്ത്യയിലെ 38 നഗരങ്ങളിലായി 12,000-ലധികം ആളുകളിൽ നിന്ന് പ്രതികരണം ശേഖരിച്ച ശേഷം നടത്തിയ ഗവേഷണത്തിലൂടെയാണ് നാനോ കാറിന്റെ പുനരാവിഷ്കാരം പ്രായോഗിക തലത്തിലേക്ക് കടന്നത്. ആ ശ്രമം പുതിയ ടാറ്റ നാനോയിലൂടെ ഫലമണിഞ്ഞിരിക്കുകയുമാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.